ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ പയർ കൃഷിയാണ്. നമ്മുടെ പയറൊക്കെ വള്ളി വീശി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ പയറിലൊക്കെ പൂവ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു 10 ദിവസം മുമ്പ് നമ്മൾ പയറിന് വളം കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ പയറിലെല്ലാം പൂ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പൂ പിടിച്ചേക്കുന്നത്. അതുപോലെ തന്നെ മുകളിൽ നമ്മുടെ നെറ്റിലോട്ടെല്ലാം നമ്മുടെ പയർവള്ളികൾ നല്ലവണ്ണം വളർന്ന് കയറിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ പൂക്കൾ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം പൂക്കൾ പിടിക്കാനായിട്ട് കൊടുത്ത വളമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ പൂക്കളൊക്കെ ധാരാളം പൂക്കളുണ്ടാകുവാനും അതുപോലെ തന്നെ നമുക്ക് നിറയെ കായ്ഫലം കിട്ടാനായിട്ട് നമുക്ക് വീണ്ടും അടുത്ത 10 ദിവസം കൂടുമ്പോൾ നമുക്ക് വളം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് ഞാനിപ്പം നമ്മുടെ വീഡിയോ പിടിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും നമ്മുടെ പയറിന് വളം കൊടുക്കുന്ന വീഡിയോ ആണ്. നമ്മുടെ പയറെല്ലാം നല്ല പച്ചപ്പോടുകൂടി തന്നെ വളർന്ന് വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമ്മുടെ പയറൊക്കെ കണ്ടാൽ നല്ല ഉഷാറോടുകൂടി തന്നെയുള്ള പയറുകളാണ് എല്ലാം കേട്ടോ. മഴക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു പച്ചക്കറി ഇനമാണ് പയർ. കാരണം നമുക്ക് പയറൊക്കെ പാകി കൊടുത്തിട്ട് നമുക്ക് ഇപ്പോഴും കൃഷി ചെയ്യാം. പാകുമ്പോഴത്തേക്ക് നമ്മൾ മഴ നനയാത്ത സ്ഥലത്തൊക്കെ വെച്ച് പാകി വെക്കണം. അതിന് ശേഷം നമ്മുടെ പയർ ഒന്ന് ചൂടൊക്കെ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെളിയിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ പയർ കണ്ടോ, എല്ലാം നല്ല എനർജറ്റിക്കായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ നമ്മുടെ നെറ്റൊക്കെ മുമ്പ് തക്കാളി നട്ടിരുന്ന നെറ്റാണ്. ഇപ്പം അതിലൊക്കെ ഈ പയറിങ്ങനെ കയറ്റി കൊടുത്ത് മുകൾവശത്ത് നമ്മളൊരു നെറ്റ് കെട്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പയറിന് നന്നായിട്ട് കയറിപ്പോകാനുള്ള ഇടമുണ്ട്. അപ്പം ഞാൻ ഗ്രോ ബാഗിലാണ് ഈ പയർ എല്ലാം പാകി കിളിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. കേട്ടോ, നല്ല രസമാണ് നമുക്ക് നമ്മുടെ പയറൊക്കെ വള്ളി വീശി നിൽക്കുന്നത് കാണാൻ തന്നെ. അപ്പോൾ അടുത്ത് നമുക്ക് പയറിലൊക്കെ കായ പിടിച്ച് കഴിയുമ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. 2 സൈഡിലായിട്ടും നമ്മൾ പയർ വെച്ച് കൊടുത്തിരിക്കുന്നതാണിത്. നെറ്റിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് നമ്മുടെ പയർ ചെടികൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. ഇപ്പം നമുക്ക് വളം കൊടുക്കാം. വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ പയറിൻ്റെ ചുവടൊക്കെ ഒന്ന് നീക്കി കൊടുക്കണം. നീക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളമിട്ട് കൊടുക്കാൻ. നീക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് ക്ഷമിക്കണം. നമ്മൾ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളം ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ചുവടൊക്കെ ഇളക്കി വെച്ചിരിക്കുകയാണ്. തനിയാണ് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് മുമ്പേ ഇതെല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. കളകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളകളൊക്കെ നീക്കം ചെയ്ത് കൊടുക്കണം. എൻ്റെ പയറിൻ്റെ ഗ്രോ ബാഗിലൊന്നും അധികം കളകളൊന്നുമില്ല. നമുക്ക് വളം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പയർ നിറയെ പൂവിടാനും കായ്ഫലം കിട്ടാനും ഒക്കെ നമുക്കിട്ട് കൊടുക്കാവുന്ന വളമാണ്. കുറച്ച് ചാണകപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചാണകപ്പൊടി. അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി, കുറച്ച് മണ്ണ്, അതുപോലെ തന്നെ കുറച്ച് കോഴിവളം. എൻ്റെ കയ്യിലുള്ള വളങ്ങളാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് 4 കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ പയറിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വളം എടുക്കുമ്പോൾ അല്പം മണ്ണും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ വളം തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെങ്കിൽ വളം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഞാൻ മണ്ണും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടങ്ങ് ഇട്ട് കൊടുക്കാം. മഴയായത് കാരണം നമുക്ക് വീഡിയോ പിടിക്കാനൊന്നും നമ്മുടെ ടെറസിലേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ലേറ്റ് ആയത്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കണം. എന്താ അപ്പം നമുക്കിങ്ങനെ ഇതിൻ്റെ ചൂട്ടിലേക്ക് വളമിട്ട് കൊടുക്കാം. അപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് സ്ലറി ഒന്നും ഒഴിച്ച് കൊടുക്കാൻ നന്നല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലുപൊടിയൊക്കെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ പയറിൻ്റെ ചുവട്ടിലും ഇട്ട് കൊടുക്കാം. നമുക്ക് 1-2 ചുവടൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരു ഗ്രോ ബാഗിലോ ചാക്കിലോ ഒക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പയറൊക്കെ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് കറി വെക്കാനായിട്ട് സാധിക്കും. അപ്പം മനസ്സ് വേണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വിളയിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.